നമുക്ക് ഇവിടെ ഈ ലേലത്തിൽ വീട് മേടിക്കുന്ന ഇഷ്ടംപോലെ പരിപാടികളുണ്ട്. അത് നിസ്സാര പൈസയ്ക്ക് വീട് കിട്ടും. എന്നിട്ട് നമുക്ക് അതിനെ മോഡിഫൈ ചെയ്ത് നല്ല വിലയ്ക്ക് വിൽക്കാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള വീട് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ ചാടിക്കയറി അടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടുമെന്നിരിക്കും. നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് മോർട്ട്ഗേജ് അഡ്വൈസർ അനീഷ് നമ്മളൊപ്പം ഉണ്ട്. അനീഷിനെ ചോദിച്ച് മനസ്സിലാക്കാം ലേലത്തിൽ വീട് മേടിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അനീഷേ, അപ്പോൾ ഈ ലേലത്തിൽ വീട് മേടിക്കുമ്പോൾ ഓപ്ഷനിൽ മേടിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാമോ? നമ്മൾ ഈ വീട് നോക്കാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റിലും ബാക്കി എസ്റ്റേറ്റ് ഏജൻറ്റിൻ്റെ അടുത്തൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അട്രാക്ഷൻ തോന്നുന്ന ഒരു കാര്യം ഇതാണ്: ഓപ്ഷനിൽ കിടക്കുന്ന പ്രോപ്പർട്ടീസ്. അല്ലെങ്കിൽ ഓപ്ഷൻ ചെയ്യുന്ന കമ്പനീസിൻ്റെ വെബ്സൈറ്റിൽ നോക്കിയാൽ നമുക്ക് ഈ വില കുറഞ്ഞ പ്രോപ്പർട്ടീസിൻ്റെ ഡീറ്റെയിൽസ്, ഓപ്ഷനിൽ നിൽക്കുന്ന പ്രോപ്പർട്ടീസിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അപ്പം അതിൻ്റെ പ്രൈസ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും. 5 ബെഡ്റൂം അല്ലെങ്കിൽ 4 ബെഡ്റൂം ഒക്കെ ഒരു 100,000-നോ 150,000-നോ ഒക്കെ അവർ പ്രൈസ് കോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഓപ്ഷനിൽ നമ്മളിപ്പം നാട്ടിൽ ലേലത്തിൽ വീട് വാങ്ങാമെന്നൊക്കെ പറയുന്ന പോലെ അതേ കൺസെപ്റ്റാണ്. പല രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ അതിനകത്തേക്ക് ഓപ്ഷനിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പ്രോപ്പർട്ടിക്ക് ചിലപ്പോൾ എന്തെങ്കിലും ലീഗലി ഇഷ്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടിക്ക് സ്ട്രക്ചറിൽ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നമ്മൾ ഒരു ഈ ഓപ്ഷൻ്റെ ഓപ്ഷനിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇനീഷ്യലി അവർ പറയുന്ന 5%-ഓ 10%-ഓ ഡെപ്പോസിറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ ഒരു നിശ്ചിത സമയം അവർ തരും, ഒരു 48 ഡേയ്സോ അല്ലെങ്കിൽ 56 ഡേയ്സോ. അതിനുള്ളിൽ നമ്മൾ ഈ മോർട്ട്ഗേജ് ഈ പ്രോപ്പർട്ടി പർച്ചേസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അത് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ കൊടുത്ത ഡെപ്പോസിറ്റ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ എൻ്റെ ഒരു ക്ലയൻറ്റ് ഒരു 35,000 നഷ്ടപ്പെട്ട ഒരു ക്ലയൻറ്റ് ഉണ്ട്. അതുപോലെ ഒരു 10,000 നഷ്ടപ്പെട്ട, 8,000 നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം ഇവർക്കൊക്കെ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ പ്രോപ്പർട്ടി ഓപ്ഷനിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഇത് ലീഗലി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആണോ എന്നുള്ളൊരു സോളിസിറ്ററെ കൊണ്ട് ചെക്ക് ചെയ്യണം. ഒപ്പം ഈ പ്രോപ്പർട്ടിക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അതായത് സ്ട്രക്ചറൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ ബാങ്ക് ലോൺ തരത്തില്ല. അപ്പോൾ നമ്മളൊരു ഓപ്ഷനിൽ ഇറങ്ങുമ്പോൾ അതിൻ്റെ 10% നമ്മുടെ കയ്യിൽ ഉണ്ടാവും, ദാറ്റ് ഈസ് ഓക്കെ. ബാക്കിയുള്ളത് 90% ബാങ്ക് നമുക്ക് ലോൺ തരണം. അപ്പോൾ ബാങ്കിലേക്ക് നമ്മൾ ഇതിനകത്ത് ഈ ഓപ്ഷൻ നമ്മൾ വിൻ ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ 5%-ഓ 10%-ഓ കൊടുക്കുന്നു. അതിനുശേഷം ബാങ്കിലേക്ക് നമ്മൾ ലോൺ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബാങ്ക് ഈ പ്രോപ്പർട്ടിക്ക് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്, ഇത് സെക്യൂരിറ്റി ആയിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ നമ്മൾ അവിടെ സ്റ്റക്കായി. അപ്പോൾ നമ്മൾ ഈ കൊടുത്ത പൈസ പിന്നെ നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്തതിന് ശേഷം ഈ പ്രോപ്പർട്ടിക്ക് യാതൊരു ഇഷ്യൂ ഇല്ല, ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ആണെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഓപ്ഷനിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. ലീഗലി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്, അതിന് സ്ട്രക്ചറൽ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഓപ്ഷനിലേക്കുള്ള ഡെപ്പോസിറ്റും കാര്യങ്ങളും കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വില കുറച്ച് കിട്ടുമെന്ന് ഓർത്ത് ലേലത്തിൽ ഓടിപ്പിടിച്ച് വീട് പിടിക്കാൻ പോകുന്നവർ ഇതുപോലുള്ള കാര്യം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഇറങ്ങുക. അറിയില്ലെങ്കിൽ അറിയാവുന്ന ആളുകളുമായി, ഇതുപോലുള്ള അനീഷിനെ പോലുള്ള ആളുകളുണ്ട്, അഡ്വൈസ് തരാനായിട്ടുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ നല്ല സോളിസിറ്റേഴ്സ്, ഇങ്ങനെയുള്ള ആൾക്കാരെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ രംഗത്തേക്ക് ഇറങ്ങുക. ഇല്ലെങ്കിൽ കൈപൊള്ളും. ശ്രദ്ധിക്കുക.